ഹലോ. പരാജയപ്പെട്ട അധിക ബിസിനസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് പരാജയപ്പെട്ടിട്ടുള്ളത് അധിക സമയം സെയിലില്ലാത്തത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ വിജയിച്ച അധിക ബിസിനസ്സുകളെ നമ്മൾ പഠനവിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വിജയിച്ചേക്കണത് നല്ല സെയിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ വിജയപരാജയം തീരുമാനിക്കാനായിട്ട് സെയിലൊരു ഡിറ്റർമിനിങ് ഫാക്ടർ തന്നെയാണ്. സെയിൽ അനുസരിച്ചാണ് ബിസിനസ് വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും. ഈ അധിക സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര സെയിൽ വന്നില്ല. പ്രത്യേകിച്ച് വളരെ സ്മോളായിട്ടുള്ള, സ്മോളെന്നും പറയാൻ പറ്റില്ല, മൈക്രോ ബിസിനസ്സുകളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയവും നമ്മൾ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അതിലൊരുപാട് ഫോക്കസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ആ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റ് ബിസിനസ്സിലുള്ളതായിട്ട് തന്നെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇനി അറിഞ്ഞാൽ തന്നെ അവർ അത് വേണ്ടത്ര കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരൽ കസ്റ്റമേഴ്സിൻ്റെ കടമയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയാണ് അവരുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതുകൊണ്ട് തന്നെ വേണ്ടത്ര കസ്റ്റമറെ കിട്ടാതെ വരെയും, കസ്റ്റമറെ കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഡെഡ് ആവും. അല്ലെങ്കിൽ വേണ്ടത്ര ക്യാഷ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ബിൽസും കാര്യങ്ങളൊന്നും പേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ബിസിനസ് വളരുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട, അതങ്ങനെ ഫെയിലിയർ ആവും. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാഗ്നേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു നേർരേഖയിലായിരിക്കും, താഴേക്കും ഇല്ല മേളിലേക്കും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റണത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോഴാണ്. അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സ് അല്ല, നമുക്ക് പുതിയ വിഭാഗം ധാരാളം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് ആ ബിസിനസ് ശരിക്കും വളരും. നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവും, പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ അധിക ആളുകളും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് മുമ്പ് ഇതുപോലുള്ള ബിസിനസ് ചെയ്തവരെങ്ങനെയാണ് കസ്റ്റമറെ കണ്ടെത്തിയതെന്ന് പഠിക്കും. ആ ഒരേ ഒരു മാർഗം മാത്രം റിലേ ചെയ്ത് അതേപോലെ തന്നെ കസ്റ്റമറെ കണ്ടെത്താൻ നോക്കും. നിങ്ങൾക്ക് ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടും. പക്ഷെ വേണ്ടത്ര പുതിയ വലിയൊരു ഒഴുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ വരണം. എന്നാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതാണ് ശരിക്കുള്ള ചോദ്യം. ധാരാളം കസ്റ്റമേഴ്സ് വന്നു, ധാരാളം ലീഡ്സ് നമുക്ക് വന്നു, ധാരാളം എൻക്വയറീസ് വന്നു. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളവരെ കസ്റ്റമേഴ്സാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് ചാനൽ വഴിയാണ്, ഏത് മാർഗം വഴിയാണ്, അത് നിങ്ങളൊരു സൈഡിൽ എഴുതി വെക്കുക. അതല്ലാത്ത മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്, ഇത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു. അധിക ആളുകൾക്കും ഒരേ ഒരു ചാനലേ ഉണ്ടാവുള്ളൂ. ചാനലിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർഗം. ഞാൻ ഈ വീഡിയോയിൽ ചാനൽ എന്നാ പറയുള്ളൂ, കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർഗത്തിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരേ ഒരു ചാനൽ മാത്രമായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. ഇതേ ചാനൽ തന്നെയായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീറ്ററും യൂസ് ചെയ്യണത്. ഇതേ ചാനൽ തന്നെയായിരിക്കും അവരുടെ കോമ്പറ്റീറ്ററും യൂസ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒരേ ഒരു സോഴ്സിലൂടെ മാത്രം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നേരത്ത് ആ ഒരു സോഴ്സ് സാച്ചുറേഷൻ വരും. ആ ഒരു മാർഗത്തിലൂടെ നമ്മളിപ്പോൾ പത്രത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഈ പരസ്യമാണ്. കസ്റ്റമർക്ക് തന്നെ ആരെ വിളിക്കണമെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണത്. അപ്പോൾ നമ്മളവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതല്ലാത്ത മറ്റെന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ, എന്നാൽ അവിടെ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവാനും പാടില്ല. അതിനെപ്പറ്റി നമ്മളൊരു സൈഡിൽ പഠിക്കുക. ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ ആയിരിക്കും, ചിലപ്പോൾ ബിൽ ബോർഡ്സ് ആയിരിക്കും, ചിലപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ തന്നെ നമ്മൾ വൈറൽ മാർക്കറ്റിംഗ് പോലെ കസ്റ്റമേഴ്സിന്, ഇപ്പോൾ സർവീസൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയാം, അവർ പേ ചെയ്തതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ അവർക്ക് റീഫണ്ട് കൊടുക്കും. പുതിയ കസ്റ്റമർ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ സർവീസൊക്കെ ആണെങ്കിൽ സെയിം സർവീസ് ആവശ്യമായിട്ടുള്ള മറ്റ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അറിയാൻ സാധിക്കും. അപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് അത് ചെയ്യുള്ളൂ. അവർ പേ ചെയ്യുന്ന ബില്ലിൻ്റെ ഒരു പ്രത്യേക പെർസെൻറ്റേജ് കുറച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. കണ്ടൻറ് മാർക്കറ്റിങ്ങിലൂടെ നമ്മളുടെ ബിസിനസ് എന്താണോ അത് നമുക്ക് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം.
ഇത് അതിനൊരു ഉദാഹരണമാണ്, ഈ ഒരു വീഡിയോ അതിന് ഉദാഹരണമാണ്. രണ്ടാമത്തത് പെയ്ഡ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാശിറക്കി പരസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ഓൾറെഡി അതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പലരും ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നവരുണ്ട്. ഫ്രീ മീൻസ് നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സെയിലിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം അവർക്ക് കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ളതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് വന്നാൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല സെയിൽ ഉണ്ടാവുള്ളൂ. സെയിലിനോടൊപ്പം തന്നെ സെയിലിൻ്റെ ഗ്രോത്തും കൂടണം. ഒരു മാസം നമുക്കൊരു 500 ഓർഡറാണ് കിട്ടണമെന്ന് വിചാരിക്കുക. അടുത്ത മാസം 500 തന്നെയാണ് കിട്ടണത്, അടുത്ത മാസം 500 തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഗ്രോത്ത് ഇല്ല, ഇത് സ്റ്റാഗ്നേഷനാണ്, സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർക്ക് 100 ഓർഡർ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് 500-ൽ നിന്ന് 1000-ലേക്കും 1500-ലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മളുടെ റവന്യൂ ഡബിൾ ആവണത്. അതിനനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റും വരുമാനമൊക്കെ ഡബിൾ ആവണത്. ഇത് നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടാണ്. ഈ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെയെല്ലാം കണ്ടെത്താം എന്ന് പഠിക്കുന്നതിന് പകരം ആ ഒരു മേഖല കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിന് പൗഡർ ഇടിപ്പിക്കുക, പ്രൊഡക്റ്റിന് പൊട്ട് തൊടിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അധികം പേരും ചെയ്യണം. അല്ലെങ്കിൽ സർവീസിന് ഇതൊക്കെ ചെയ്യുക. അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, സർവീസ് ഡെവലപ്മെൻറ്റ്, അത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഒരു പോയിൻ്റ് എത്താൻ നേരത്തെ കസ്റ്റമറെ കണ്ടെത്താൻ പറ്റാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ല് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഈവൻ നല്ലതാണെങ്കിലും സർവീസ് ഈവൻ നല്ലതാണെങ്കിൽ കൂടി ആ ബിസിനസ് ഫെയിലിയറിലേക്ക് എത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ അക്യൂർ ചെയ്യാൻ അറിയില്ല, ഏതെല്ലാം മാർഗ്ഗങ്ങളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു മേഖല നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കഴിയാൻ നേരത്ത് നമുക്ക് കസ്റ്റമറെ കിട്ടില്ല. ഇതിങ്ങനെ ഈ ഒരു മിസ്റ്റേക്ക് അധികം വരുത്തണ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഷോപ്പ് ഇടും. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് കസ്റ്റമറെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അവിടെ ഫുഡ് ട്രാഫിക് ഉണ്ട്, അതായത് കാൽനടക്കാരുണ്ട്, ബസ്സിൽ പോകുന്നവർ കാണും. അപ്പോൾ പ്രത്യേകമായിട്ട് ആക്റ്റീവായിട്ടൊരു മാർക്കറ്റിംഗ് അവിടെ ആവശ്യമില്ല. കാണുന്ന ആളുകൾ ഷോപ്പിലേക്ക് കയറുന്നു, സെയിലുണ്ട്, നമ്മളിനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതേ ആളുകൾ തന്നെ, ഇതേപോലെ ഷോപ്പ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ തന്നെ ഓൺലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ഇറങ്ങാൻ നേരത്ത് അവിടെ നമുക്ക് ഇത് പറ്റില്ല. നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്ന ഒരാൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങളുടെ ഒരു ക്ലോത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡ്, ഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഷോപ്പിൽ വന്ന ആളുകളെ മാത്രം റിലേ ചെയ്തിട്ടാണ് ആ ബ്രാൻഡെങ്കിൽ അതൊരു എന്താ പറയുക, ബ്രാൻഡിന് വലിയ വളർച്ചയൊന്നുമില്ല. കാരണം ആ ഷോപ്പിൽ വന്നവർ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമറെ അക്വയർ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാൽനടക്കാരെ വെച്ച് മാത്രം നമുക്കൊരു ബ്രാൻഡൊന്നും വളർത്താൻ പറ്റില്ല. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ചെറിയ ഷോപ്പൊക്കെ നിങ്ങൾക്ക് റൺ ചെയ്ത് പോകാം, സക്സസ്ഫുള്ളി തന്നെ പോകാം, യാതൊരു പ്രശ്നമല്ല. പക്ഷേ ആക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യേണ്ട സ്റ്റേജ് എത്താൻ നേരത്ത് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പലരും ഫെയിലിയറിലെത്തും. നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ഏജിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു കസ്റ്റമർ അക്വിസിഷൻ ചാനലാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കസ്റ്റമർ അക്വയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരണം. നമ്മൾ പരീക്ഷിച്ച് നോക്കാതെ ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ബിസിനസ്സിന് വർക്കൗട്ട് ആയിട്ടുള്ള ചാനൽ വേറൊരു ബിസിനസ്സിന് വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ ചില ബിസിനസ്സുകൾക്ക് സോഷ്യൽ മീഡിയ വർക്കൗട്ട് ആവില്ല, ഓൺലൈൻ വർക്കൗട്ട് ആവില്ല, അത് ഓഫ്ലൈനിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ചില ബിസിനസ്സുകൾക്ക് സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ചിലവർക്ക് ബിൽ ബോർഡ്സ് ആയിരിക്കും വർക്കൗട്ട് ആവുക, ചിലവർക്ക് വൈറൽ മാർക്കറ്റിംഗ് ആയിരിക്കും വർക്കൗട്ട് ആവുക, ചിലവർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലവർക്ക് ജസ്റ്റ് പത്രത്തിൽ പരസ്യം കൊടുക്കലായിരിക്കും, ചിലവർക്ക് മാഗസീനിൽ പരസ്യം കൊടുക്കലായിരിക്കും. അങ്ങനെ കസ്റ്റമേഴ്സിനെ കൂടുതൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഈ ഏത് ചാനലാണ് നമുക്ക് വർക്കൗട്ട് ആകുക എന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതെല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു 4-5 എണ്ണം നിങ്ങൾ പാരലലി ടെസ്റ്റ് ചെയ്യാം. ഒരേ ടൈമിൽ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏതാണ് എൻ്റെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആവണമെന്നുള്ളത്. പല സമയവും നിങ്ങൾക്ക് മനസ്സിലാവും ട്രഡീഷണലി ബിസിനസ്സുകൾ കസ്റ്റമർ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചാനലുകളല്ലാതെ മറ്റുള്ള ചാനലുകൾ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലലായിട്ട് ഒരു 4 എണ്ണം നിങ്ങൾ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ടെസ്റ്റ് ചെയ്യുക, ബിൽ ബോർഡ്സ് ടെസ്റ്റ് ചെയ്യുക,
ന്യൂസ് പേപ്പർ ടെസ്റ്റ് ചെയ്യുക, ഇനി മറ്റേതെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുക. ഈ 4 ഒരേ ടൈമിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മളുടെ റിസോഴ്സുകൾ, ടൈം, മണി ഇതെല്ലാം അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പാരലൽ ടെസ്റ്റിംഗ് ആണ് ഒരേ ഒരു മാർഗ്ഗം. നമ്മൾ പരീക്ഷിച്ച് നോക്കാതെ ഏതാണ് ബെസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മൊത്തത്തിലുള്ള സാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിക്കണം. അതിക്ക് മുമ്പ് അത് എന്തൊക്കെ സോഴ്സിലൂടെ കിട്ടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഏതാണെന്ന് പഠിച്ചിട്ട് കംപ്ലീറ്റ് ഫോക്കസും ആ വൺ സോഴ്സിലേക്ക് കൊടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൊത്തത്തിലായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സോഴ്സുകൾ ഉണ്ടെന്ന് പഠിക്കുക, അതിലേതാ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. ആ ഒരെണ്ണത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുക. ഒന്നിനെ ഇഗ്നോർ ചെയ്ത് കളയാതിരിക്കുക. അതാണ് മൊത്തത്തിലായിട്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരെയും സെയിൽ ഉണ്ടാവുകയും ചെയ്യും. സെയിൽ ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് ധാരാളം സെയിൽ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് പറയുക, നമുക്ക് മറ്റ് പല മേഖലകളിലും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരുത്താം. പല മിസ്റ്റേക്കുകളും വരുത്തിയാൽ കൂടിയും നമുക്ക് ഫെയിലിയറിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ വന്നുകൊണ്ടിരിക്കുക. നഷ്ടം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയണത്. മിസ്റ്റേക്കുകൾ കുറേ വരുത്തുമ്പോൾ നഷ്ടമൊക്കെ ഉണ്ടാവും. ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയാലും ധാരാളം സെയിൽ ഉള്ളതുകൊണ്ട് ആ മിസ്റ്റേക്കുകളൊക്കെ ഈ സെയിൽ കവർ ചെയ്തു പോകും. അതാണ് ധാരാളം സെയിൽ വരുമ്പോഴുള്ള ഗുണം. അപ്പോൾ കൂടുതൽ ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക, പാരലലി ടെസ്റ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ കംപ്ലീറ്റ് എനർജിയും കൊടുക്കുക. ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടാതെ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.